ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കഴിഞ്ഞു, ഇക്വിറ്റി കഴിഞ്ഞു, പ്രിഫറൻസ് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു മാർഗം റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. എന്തിനാണ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്? നമുക്ക് കമ്പനിക്ക് കിട്ടുന്ന ലാഭം എല്ലായ്പ്പോഴും ഡിവിഡൻ്റ് ആയിട്ട് കൊടുത്തോളന്നില്ല. പകരം എന്താണ്, കുറച്ചെങ്കിലും നമ്മൾ കമ്പനിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാ? നമുക്ക് ഭാവിയിൽ അത് എക്സ്പാൻഷൻ ചെയ്യേണ്ട പ്രോസസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ വേണ്ടി നമ്മളത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ വിചാരിക്കുക ഇതിന് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, ഇതിന് കോസ്റ്റ് ഓഫ് ഇഷ്യൂ, എക്സ്പെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ ഡിവിഡൻസ് ഫോർഗോൺ ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ, ഡിവിഡൻഡ് കൊടുക്കാതെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് എപ്പോഴും നടക്കില്ല. എന്തായാലും ഒരു കാര്യം എടുക്കണമെങ്കിൽ നമുക്ക് മറ്റൊന്നിനെ വിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാതെ നമ്മൾ മാറ്റി വെച്ചതുകൊണ്ട് മാത്രം ഉണ്ടായതാണ് ഏത്, റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഷെയർ ഹോൾഡർ ഈസ് നോട്ട് റിസീവിങ് ദ ഡിവിഡൻഡ്. ഷെയർ ഹോൾഡർ ഡിവിഡൻഡ് റിസീവ് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു റേറ്റിനെ തന്നെയാണ് എന്ത് പറയുന്നത്, റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത്. It refers to the rate of return which shareholders can obtain by investing the after tax dividend in other securities. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഷെയർ ഹോൾഡർ ക്യാൻ ഒബ്റ്റെയിൻ ബൈ ഇൻവെസ്റ്റിംഗ് ദ ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ഇൻ അതർ സെക്യൂരിറ്റീസ്. മറ്റുള്ള സെക്യൂരിറ്റീസിലൊന്നും അവർക്ക് അപ്പോൾ എന്തില്ല, അവർക്ക് നിക്ഷേപിക്കാനുള്ള അവസരങ്ങളില്ല. അതും ആഫ്റ്റർ ടാക്സ് ഡിവിഡൻഡ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൽ കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇതാണ് KR, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏണിങ്സ്, DOR/EPS ബൈ MP × 100. അപ്പോൾ KR എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് കോസ്റ്റിനെയാണ്, R റീറ്റെയിൻഡ് ഏണിങ്സ് ആണ്, D എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്, EPS എന്ന് പറയുന്നത് ഏർണിംഗ് പെർ ഷെയർ ആണ്, ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രോത്ത് റേറ്റ് ഓഫ് ഡിവിഡൻഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ്, ഗ്രോത്ത് റേറ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് റേറ്റ് വരുമ്പോൾ ഒരു +G കൂടി അവിടെ ആഡ് ചെയ്യും.